നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഒരു റിട്ടയർമെന്റ് ചലഞ്ച് എന്താണെന്ന് നോക്കാം. നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമ്മൾ അതിന് വേണ്ട ഫണ്ട് സ്വരൂപിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ തന്നെ പല റിട്ടയർമെന്റ് ലൈഫിലേക്ക് പല ചലഞ്ചസും നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഫണ്ട് സ്വരൂപിക്കണമെങ്കിൽ വളരെ നേരത്തെ തന്നെ നമ്മൾ അത് ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സേവ് ചെയ്യാൻ തുടങ്ങും. കാരണം പല ആളുകൾക്കും പല രീതിയിലാണ് റിട്ടയർമെന്റിന് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ അത്യാവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ അതിന് വേണ്ട സേവിങ്സ് നടത്തേണ്ടതുണ്ട്, പ്ലാനിങ് ചെയ്യേണ്ടതുണ്ട്. ഇനി അങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ പോലും റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുന്ന പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പല ചലഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഹെൽത്ത് കെയർ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ട് സ്വരൂപിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. നമുക്കറിയാം, പണ്ടുണ്ടായിരുന്ന കാലത്ത് നമ്മൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങൾക്കേ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് 100 രൂപയ്ക്ക് ഒരു നേരത്തേക്ക് പോലും നമുക്ക് തികയുന്നില്ല. അപ്പോൾ ആ ഒരു പണപ്പെരുപ്പം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നതാണ് ലോങ് ലൈഫ്, അതായത് വളരെ അധികം നാൾ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. പല ആളുകളും പറയുമോ ഞാൻ അധികമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇന്നത്തെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 80-85 വയസ്സാണ്. അപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു 20-30 വർഷത്തോളം വീണ്ടും നമുക്ക് അവിടെ ജീവിക്കാനുള്ളത് കാണും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം അതിന് വേണമെങ്കിൽ അത്രയും നാൾ നമ്മൾ വളരെയധികം നാൾ ജീവിക്കുക എന്ന് പറയുന്നത് അത്രയും നാൾ നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും. അപ്പം അതിന് വേണ്ട ഫണ്ടും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ആരെയും ആശ്രയിക്കാതെ തന്നെ ജീവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.